ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, അതെ, ഇപ്പൊ സംസാരിക്കുന്നില്ല, ഞാൻ പോവാ. എടാ കള്ള, നീ അങ്ങനെ രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? മുത്തശ്ശി ഉറങ്ങാതെ കിടക്കായിരുന്നോ? പാവം, എല്ലാരും കൂടി വേട്ടയാടുകയാണ് അതിനെ. മനസ്സിലുള്ളതൊക്കെ മൂടി വെക്കാൻ നിർബന്ധിക്കുക. മുത്തശ്ശി, അതെ, ഇപ്പൊ സംസാരിക്കുന്നില്ല, ഞാൻ പോവാ. എടാ കള്ള, നീ അങ്ങനെ രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? മുത്തശ്ശി ഉറങ്ങാതെ കിടക്കായിരുന്നോ? നീ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആഹാ, അതെ മുത്തശ്ശി, അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്, മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതൊക്കെ ആലോചിച്ചപ്പോ ഒരൊറ്റ അടി വെച്ചെറിഞ്ഞ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് അറിയാനല്ലേടാ നീ അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. നീ അവളെ കാണാനല്ലേടാ വന്നത്. സമ്മതിച്ചു, രാധിയെ കാണാൻ തന്നെ ഞാൻ വന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാ ഈ തലയിലോട്ട് കയറുന്നേ? അതാണ് സ്നേഹത്തിന്റെ വെളിപാട്.
അത് മനസ്സിലായോ? അതെ, നീ വന്നത് ആരെങ്കിലും കണ്ടോ? ഏയ് എവിടുന്ന്? ആ, കാണണ്ട. ആരും കാണാതെ തിരിച്ചു പൊയ്ക്കോ. അല്ല, മുത്തശ്ശിക്ക് എന്നെ കാണാതിരുന്നിട്ട് വിഷമം തോന്നിയായിരുന്നോ? എന്നോട് എന്തിനാ നീ അങ്ങനെ ചോദിക്കുന്നത്? എന്റെ ജീവിതത്തിലെ നല്ല നേരം എന്ന് പറഞ്ഞ നിന്റെ കൂടെ ഇരിക്കുന്ന സമയം മാത്രമാ. അതെ, ഞാൻ പോട്ടെ മുത്തശ്ശി. ദേ, രാധികയെ നോക്കിക്കൊള്ളേ. എന്റെ കൊച്ചുമോന്റെ പെണ്ണല്ലേടാ, ഞാൻ നോക്കിക്കൊള്ളാം. മോൻ സമാധാനായിട്ട് പോയിട്ട് വാ. ഓക്കെ, ശരി. ഉശ്ശൂ. അമ്മ, ഉർവശി, എന്തു പറ്റി? എന്താ നിങ്ങൾ രണ്ടാളും ഇവിടെ? ഇവിടെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. വീടിനകത്ത് ആരോ കേറിയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ദേ വീണ് കിടക്കുന്നു. ഇത് വീഴുന്ന ശബ്ദമാണോ നിങ്ങൾ കേട്ടത്? അതേമ്മേ. ഇവിടെ കിടന്ന് ഉറങ്ങിയ ഞാൻ കേട്ടില്ല. അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന നിങ്ങൾ കേട്ടു. നിങ്ങൾക്കെന്താ ഉറക്കമൊന്നുമില്ലേ? അത് ഞാൻ ഏട്ടത്തെയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു. നല്ലതാ. ദുഷ്ടബുദ്ധി ഉപദേശിക്കാൻ പാതിരാത്രിയാണല്ലോ നല്ലത്. അതമ്മയും ഒന്നു പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ രണ്ടുപേരും? പാതിരയുമില്ല പകലുമില്ല. കുടുംബം നശിപ്പിച്ചേ അടങ്ങൂ രണ്ടുപേരും. എന്താ മുത്തശ്ശിയുടെ അഭിനയം? ഞാനങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ കാണാമായിരുന്നു. രണ്ടെണ്ണവും കൂടി ഇവിടെ കോലാഹലം ഉണ്ടാക്കിയേനെ. എന്നാലും എന്റെ മോനെ, സ്വന്തം വീട്ടില് കള്ളന്മാരെ പോലെ കയറേണ്ട അവസ്ഥ ആയല്ലോ നിനക്ക്. അതൊരു കള്ളത്തിരുന്ന് വരുന്നുണ്ടല്ലോ മുത്തശ്ശി. എന്നാലും ഈ കള്ളത്തരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. പരമേശ്വരൻ തിരിച്ചു വരട്ടെ. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. മോൻ പോകാൻ നോക്ക്. അല്ല മുത്തശ്ശി, രാധയ്ക്ക് ഉണരുമ്പോ രാധയ്ക്കൊരു സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് റൂമില്. എന്താ അത്? അതൊരു പ്രസന്റാ. നാളെ നേരം വിളിക്കുമ്പോ അയാളത് കാണണം. ഞാൻ വന്ന് പോയതാണെന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നിന്നാലേ അടുത്ത സെർച്ചിന് എന്റെ പാവം മുത്തശ്ശി അകപ്പെട്ടു പോകും. എന്നാലും ഞാൻ പോട്ടെ.